അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൗച്ചേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ടാലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോൺട്ര, പേയ്മെന്റ്, റെസീറ്റ്, ജേണൽ, സെയിൽസ്, പർച്ചേസ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, ഇൻവെന്ററി വൗച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് വൗച്ചർ ടൈപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തിനാണ് നമ്മൾ ഡിഫറെൻറ്റ് വൗച്ചർ ടൈപ്പുകൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കറിയാം. കാരണം ഓരോ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യാനും അതിൻ്റെ സെപ്പറേറ്റ് റിപ്പോർട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൗച്ചേഴ്സ് ടാലിയിൽ യൂസ് ചെയ്യുന്നത്. ഇത്തരം വൗച്ചർ ടൈപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ എവിടെയാണ് നമ്മളുടെ ജേണൽ എന്ന വൗച്ചർ ടൈപ്പിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. വെൽക്കം ടു RNG Experts. മറ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു റെസീറ്റ്, പേയ്മെന്റ്, സെയിൽസ്, പർച്ചേസ് ഒക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് അതിൻ്റെതായ വൗച്ചർ ടൈപ്പുകൾ ഉണ്ട്. ജേണൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്, ഞാനൊരു 4 അക്കൗണ്ടിങ് ഗ്രൂപ്പുകളെ കുറിച്ച് പറയാം. 1 സെയിൽസ്, 2 പർച്ചേസ്, 3 ക്യാഷ്, 4 ബാങ്ക്. ഈ 4 ഗ്രൂപ്പിലും വരുന്ന അക്കൗണ്ടുകളുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ട്രാൻസാക്ഷൻ, അത്തരം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനാണ് നമ്മൾ ജേണൽ എന്നുള്ള ഒരു വൗച്ചർ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. മീൻസ് പ്യൂർലി അക്കൗണ്ടിങ് വാല്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനാണ് ജേണൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയായിരിക്കും ഈ അഡ്ജസ്റ്റ്മെന്റ് ട്രാൻസാക്ഷൻസ്? ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കാം, അക്കൗണ്ട് എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കാം, അതേപോലെ ഡിപ്രീസിയേഷൻ എൻട്രി ഉണ്ടായിരിക്കാം, പിന്നെ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, റിസർവ് ആൻഡ് സർപ്ലസ് അതിന്റെ ട്രാൻസ്ഫർ വരുന്നത്, അങ്ങനെ ഉള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. വൺ അക്കൗണ്ട് ടു അനദർ അക്കൗണ്ട്, അവിടെ ക്യാഷ് ഒന്നും വരുന്നില്ല. എന്തുകൊണ്ട് ക്യാഷും ബാങ്ക് ഒന്നും വരാത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ക്യാഷ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ബാങ്ക് ആയിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ഒന്നില്ലെങ്കിൽ നമുക്ക് റെസീറ്റ് അല്ലെങ്കിൽ പേയ്മെന്റ് വൗച്ചർ വഴി റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് അത് ജേണലിൽ റെക്കോർഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം ക്യാഷ് ബുക്ക് കിട്ടാനും അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് രജിസ്റ്റർ, റെസീറ്റ് രജിസ്റ്റർ, ഇതെല്ലാം കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെതായ വൗച്ചർ ടൈപ്പുകൾ ഉണ്ട്. അപ്പൊ ആ വൗച്ചർ ടൈപ്പുകളിലാണ് നമ്മൾ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്. അവിടെ ക്യാഷും ബാങ്കും വരാത്ത കാരണം കൊണ്ട് ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ട്രാൻസാക്ഷൻസ് നമ്മൾ ജേണൽ എന്നുള്ള വൗച്ചർ ടൈപ്പിൽ റെക്കോർഡ് ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് സെയിൽസിന്റെയും പർച്ചേസിന്റെയും കേസ്. സെയിൽസ് റെക്കോർഡ് ചെയ്യാനായിട്ട് നമുക്ക് സെയിൽസ് എന്നുള്ള വൗച്ചർ ടൈപ്പ് ഉണ്ട്. സെയിൽസ് വൗച്ചർ ടൈപ്പിൽ റെക്കോർഡ് ചെയ്ത സെയിൽസ് രജിസ്റ്റർ കിട്ടും. അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ റിപ്പോർട്ട്സ് കിട്ടും സെയിൽസിന്റെ, ആ വൗച്ചർ ടൈപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള. അതേപോലെ തന്നെയാണ് പർച്ചേസിന്റെ കേസിലും. പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് രജിസ്റ്റർ കിട്ടും. പർച്ചേസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം പർച്ചേസ് എന്നുള്ള വൗച്ചർ ടൈപ്പിൽ റെക്കോർഡ് ചെയ്താൽ കിട്ടും. അപ്പൊ ജേണൽ എന്നുള്ള വൗച്ചർ ടൈപ്പിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആയിരിക്കും. വൺ അക്കൗണ്ട്, അതർ അക്കൗണ്ട്, ഞാൻ ഈ പറഞ്ഞ 4 ടൈപ്പ് ഓഫ് ലെഡ്ജേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ട്രാൻസാക്ഷൻസ്. അപ്പൊ ടാലിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്പനി ഓപ്പൺ ചെയ്യാം, യൂസർ നെയിം, അഡ്മിൻ, പാസ്വേഡ് ആണ്. നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട വൗച്ചർ ടൈപ്പ് ജേണൽ ആണ് അല്ലെ. അപ്പൊ ജേണൽ എന്നുള്ള വൗച്ചർ ടൈപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു റെന്റിന്റെ എൻട്രി ഇടാം. അപ്പൊ ഒരു റെന്റിന്റെ എൻട്രി ഇടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പേപ്പറിൽ ഞാൻ എടുത്തു എക്സ് റിയൽ എസ്റ്റേറ്റ് എന്നുള്ളൊരു കമ്പനി. പർച്ചേസ് ത്രൂ ആണ് എൻട്രി ചെയ്യുന്നത്. ഓഫീസ് റെന്റ് എന്നുള്ള ഇടുന്നതിന് പകരം ഞാൻ ഇപ്പോൾ ഒരു വർഷത്തിന് മൊത്തത്തിലുള്ള ഒരു റെന്റാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രീപെയ്ഡ് ഓഫീസ് റെന്റ് എന്നുള്ള എടുത്തു. ഇവിടെ 12,000 ഞാൻ ബുക്ക് ചെയ്തു. ഈ 12,000 എന്നുള്ളത് പ്രീപെയ്ഡ് ഓഫീസ് റെന്റ് ആണ്, ഒരിക്കലും നമ്മളുടെ ഒരു എക്സ്പെൻസിലേക്ക് വരില്ല. ഇപ്പൊ നമ്മളുടെ ടാലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള റിപ്പോർട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓഫീസ് റെന്റ് എന്ന പ്രീപെയ്ഡ് ഓഫീസ് റെന്റ് എന്നുള്ള വരില്ല, ഒരു എക്സ്പെൻസ് ആയിട്ട് വരില്ല. അപ്പൊ ഈ ഒരു പ്രീപെയ്ഡ് ഓഫീസ് റെന്റിന് നമ്മൾ എല്ലാ മാസം ജേണൽ എന്നുള്ള വൗച്ചർ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഒരു മാസത്തെ എക്സ്പെൻസ് എത്രയാണോ അത് ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ചെയ്യാനായിട്ട് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് അഗൈൻ F7 ജേണൽ, F7 അമർത്തിക്കൊണ്ട് ജേണലിലേക്ക് പോവുക. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്. അപ്പോൾ ഓഫീസ് റെന്റ് എന്നുള്ള എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 12,000 കൊടുത്തുള്ളതുകൊണ്ട് നമുക്ക് ഒരു മാസത്തെ വരുന്നത് 1,000 ആണ്. കോൾ സെൻറ്റർ ഉണ്ടെങ്കിൽ കോൾ സെൻറ്റർ കൊടുക്കാം. ക്രെഡിറ്റ് പ്രീപെയ്ഡ് ഓഫീസ് റെന്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കണ്ടീഷൻ ഇവിടെ ബാധകമായിട്ട് ഇവിടെ ക്യാഷോ ബാങ്കോ അതേപോലെ പർച്ചേസോ സെയിൽസോ ഇതിന്റെ ഒന്നും ഇൻവോൾവ്മെന്റ് വന്നിട്ടില്ല. ഓഫീസ് റെന്റ് അക്കൗണ്ടും അതേപോലെ പ്രീപെയ്ഡ് ഓഫീസ് റെന്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എഫക്റ്റ് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിപ്പോർട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ താഴെ ഓഫീസ് റെന്റ് വന്നിട്ട് ഡ്രിൽ ഡൗൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ജേണലിലേക്ക് എത്തും. ഓക്കെ, ഇങ്ങനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമുക്കൊരു ഡിപ്രീസിയേഷന്റെ ട്രാൻസാക്ഷൻ നോക്കാം. ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളുടെ ബാലൻസ് ഷീറ്റ് ആണ്. ഇവിടെ ഒരു മെഷീനറി കിടക്കുന്നുണ്ട്, 200,000 മെഷീനറി കിടക്കുന്നുണ്ട്. അപ്പോൾ 200,000 മെഷീനറി നമ്മളൊരു ഡിപ്രീസിയേഷൻ എൻട്രി ഇടണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നോർമലി ചെയ്യുന്നത്, ഇപ്പൊ ചിലർ ഡയറക്റ്റ് ആ മെഷീനറി എന്നുള്ള അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിട്ട് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. അല്ലാതെ രണ്ടാമത്തെ ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്നുള്ളൊരു ലെജർ ഉണ്ടാക്കിയിട്ട് ആ ലെജറിനായിരിക്കും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ്, അപ്പോൾ നമുക്കൊരു 1000 ഡെബിറ്റ് എഴുതും. ക്രെഡിറ്റ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഫോർ മെഷീനറി, അത് ഞാൻ ക്രിയേറ്റ് ചെയ്തുള്ള അണ്ടർ ഫിക്സഡ് അസറ്റ് തന്നെയാണ്.
അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ എത്ര ഉണ്ടെന്ന് കിട്ടും, അതേപോലെ ഡിപ്രീസിയേഷൻ എത്ര കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ബാലൻസ് ഷീറ്റ് എടുത്താൽ കിട്ടും. ഇതാണ് അതിൻ്റെ എൻട്രി വരുന്നത്. അതിനുശേഷം നമുക്ക് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എത്ര പോയിന്റ്, മെഷീനറിയുടെ വാല്യൂ ഇത്രയുണ്ട്. ഇപ്പോൾ ബാലൻസ് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ 199,000 ആണ് വരുന്നത്. അതുപോലെ തന്നെ വേറെ ഒരു കേസ് വരുന്നത് റീറ്റേൺഡ് ഏണിങ്സ്. ഇപ്പോൾ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം റീറ്റേൺഡ് ഏണിങ്സിലേക്ക് മാറ്റിയിട്ട് ബാക്കി പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ഒരു ട്രാൻസാക്ഷൻ ചെയ്യാനുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ 1st April നമുക്കിവിടെ 86,500 ആണ് ടോട്ടൽ പ്രോഫിറ്റ് കാണിക്കുന്നത്. ഈ ടോട്ടൽ പ്രോഫിറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ചെയ്യാനായിട്ട് ഇയർ എൻഡ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ പ്രോഫിറ്റിനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ പ്രോഫിറ്റിൻ്റെ എൻട്രി ചെയ്യാനായിട്ട് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ട എൻട്രി ചെയ്യാൻ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണ പ്രോഫിറ്റ് ഓൾവേസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. നമുക്ക് കമ്പനിയെ സംബന്ധിച്ച് ലയബിലിറ്റി ആണ്, ലയബിലിറ്റി സൈഡിൽ കിടക്കുന്നതാണ്. അപ്പോൾ 86,500 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവിടെ 0 ആയി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കറണ്ട് ബാലൻസ് 0 ആയിട്ടുണ്ട്. അതിന് ഇപ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അണ്ടർ റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. അതും ക്യാപിറ്റലിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ അതിൽ എത്രയാണ് നമ്മൾ ഒരു റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് മാറ്റുന്നത്. നോർമൽ കേസിൽ മെമ്മോറണ്ടോ അസോസിയേഷനിലൊക്കെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് കണക്കാക്കിയിട്ട് ആ ഒരു എമൗണ്ട് റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് മാറ്റാം. ബാക്കി വരുന്നത് ഒരു 26,500 കൊടുക്കാം റീറ്റേൺ ഏർണിങ്സിലേക്ക്. ബാക്കി വരുന്ന എമൗണ്ട് പാർട്ണറെ കറണ്ട് അക്കൗണ്ട് ഉണ്ട് 30,000, പാർട്ണർ ബി കറണ്ട് അക്കൗണ്ട് 30,000. ഈ ഒരു എൻട്രി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ആവും. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ എഫക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ബാലൻസ് ഷീറ്റ് റിപ്പോർട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് കറണ്ട് പീരീഡിൽ, അതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തല്ല എത്രയാണ്, എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒന്നുകൂടെ റിസർവ് ആൻഡ് സർപ്ലസിലേക്കും പോയിന്റ്, അതേപോലെ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ പാർട്ണർ എ കറണ്ട് അക്കൗണ്ട്, പാർട്ണർ ബി കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ജേർണൽ എന്നുള്ള വാച്ച് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇതിന് പുറമെ അക്കൗണ്ട് എക്സ്പെൻസുകൾ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡേറ്റ്, അങ്ങനെയുള്ള അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം ചെയ്യാനായിട്ടും നമുക്ക് ജേർണൽ യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.